ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ കാർണിവൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓ നെഗറ്റീവ് എന്ന സീരീസിൻ്റെ 12th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിലേക്ക് പോയാലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ പ്രിമ്മിനും മെസ്സേജ് അയക്കുന്നതായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കം അത് തന്നെയാണ്. നമ്മുടെ പ്രിമ്മ മെസ്സേജ് കാണുന്നുണ്ട്. അവൾ എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് അമ്മേൻ്റെ ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ മൊത്തം, എനിക്ക് അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ പേണാണെന്നുണ്ടെങ്കിൽ അവനറിയാം ഒരു കോൺവെർസേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവനറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനിങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിമ്മ പറയുന്നുണ്ട്, എന്താണോ, എൻ്റെ അമ്മ ഒരിക്കലും ആർട്ടിൻ്റെ അമ്മേനെ പോലെ അത്ര സ്ട്രോങ് അല്ല, അമ്മയ്ക്ക് എന്തായാലും ഞാൻ കൂടെ ഉണ്ടെങ്കിലാണ് അമ്മ അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേണിങ്ങനെ മെസ്സേജ് അയക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേൺ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ മെസ്സേജ് ടൈപ്പൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുറത്തൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രിമ്മ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്രിമ്മ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേൺ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിമ്മ പറയാണ്, ഞാനൊരു ഡിസിഷൻ എടുത്തു, അതായത് എന്താണ്, ഞാൻ വെനസ്ഡേ പോകാമെന്നാണ് തീരുമാനിച്ചത്, പക്ഷേ എനിക്ക് ഫ്രൈഡേ തന്നെ പോകണം, നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് പോകണമെന്നുണ്ട്, എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, നീ എന്തെങ്കിലും പെട്ടെന്നൊരു ഡെസിഷൻ എടുത്ത്, നമ്മൾ ഇപ്പോഴല്ലേ വന്നത്, ഇപ്പോൾ പെട്ടെന്ന് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും മാർട്ടിനത് ഒരുപാട് സങ്കടമാവും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, അത് തന്നെയാണ് എനിക്കും സങ്കടം, മാർട്ടിൻ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, എനിക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, അന്ന് ഞാനും നിൻ്റെ കൂടെ വരാം, നമ്മൾ എന്തായാലും ഒരുമിച്ചല്ലേ വന്നത്, അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് പോകുന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നത് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ നമ്മുടെ ആർട്ട് ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മാണെന്നുണ്ടെങ്കിൽ പേണിങ്ങനെ എനിക്ക് കുളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് എണീപ്പിക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് വല്ലാണ്ട് സങ്കടമാവും കേട്ടോ. അവൻ അവളിങ്ങനെ വിളിക്കുക മാത്രമല്ല, അവൻ്റെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ വലിക്കുന്നുണ്ട്, എണീക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് ഭയങ്കര സങ്കടമായിട്ട് അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്കേ പറ്റുന്നില്ല, നീയെങ്കിലും ആയിക്കോടാ പേൺ എന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവനെന്താ ഡിസ്റ്റർബ് ചെയ്യണമെന്നുള്ള രീതിയിൽ അവനെ പുറത്ത് പോയിട്ട് അവൻ്റെ വണ്ടിയൊക്കെ ഇങ്ങനെ കഴുകുക കേട്ടോ ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം അവിടെ വരുന്നുണ്ട്. പ്രിം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ കഴിയത്തരാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, വേണ്ട, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്, ഞാൻ കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, അതിനിപ്പോൾ എന്താ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ക്ലോത്തൊക്കെ വാങ്ങിച്ചിട്ട് അവനെന്നെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ചെക്കനെ ആലോചിക്കുന്നുണ്ട്, ഇവൾ പേണായിട്ടും നല്ല അടുപ്പത്തിലാണ്, അതുപോലെ ഇന്നായിട്ടും നല്ല രീതിയിലാണല്ലോ എന്നുള്ള രീതിയിൽ ഇതിനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവൻ വേറൊരു രീതിയിൽ അത് കാണാതെ അവൻ അവളായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി ഫ്രണ്ട്ഷിപ്പിൽ തന്നെ കണ്ടിട്ട് ഇവനെ വണ്ടിയൊക്കെ കഴുകി അവരവിടെ ഹാപ്പിനെസ്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഔട്ടിങ്ങിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ പ്രിം ആർട്ടിൻ്റെ പുറകിലാണ്, ബൈക്കിലിരുന്നിട്ടാണ് പോകല്. പക്ഷെ ഇപ്പം പേൺ ഹെൽമെറ്റ് വെച്ച് കൊടുക്കുന്നു, പേണിൻ്റെ പുറകെ പോകുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഒരുപാട് സങ്കടമാകുന്നുണ്ടെങ്കിലും അവനൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിം പേണിൻ്റെ പുറകെ ഇരുന്ന് പോകുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവരെത്തുന്നത് ഒരു ബിഗ് ട്രീൻ്റെ അടുത്തായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, ഇത് ഒരുപാട് കാലം പഴക്കമുള്ള ട്രീ ആണെന്നൊക്കെ ഇങ്ങനെ പറയും. അതേപോലെ എന്താണ്, പണ്ടുള്ളവർ പറയും, ഈ ഒരു ട്രീ 10 ആൾക്കാർ കൂടെ പിടിച്ചാലാണിത് അത്രയും ഉൾക്കൊള്ളുന്നത്, അത്രയും വലിയൊരു ട്രീ ആണ്, ഹോൾഡ് ചെയ്ത് പിടിച്ചാലും അതിൻ്റെ അത്രയും മണ്ണുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ചോദിക്കും, നീ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന്മാർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, അത് നോക്കി നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പേൺ ചോദിക്കുന്നുണ്ട്, നമ്മൾ 3 ആളല്ലേ ഉള്ളൂ, നമ്മളെങ്ങനെ റാപ്പ് ചെയ്ത് പിടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രിം പറയും, വാ ഞാൻ കാണിച്ചിടാന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ 3 ആളും കൂടി ഇങ്ങനെ റാപ്പ് ചെയ്ത് പിടിക്കുന്ന പോലെ അറ്റത്ത് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പേൺ പോയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ ഓരോ കൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഇവർ തമ്മിലുള്ളതൊക്കെ കാണുമ്പോഴത്തേക്കും ആർട്ടിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ആർട്ട് പറയും, നിങ്ങൾ കൗണ്ട് ചെയ്തോളൂ, ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മാറും കേട്ടോ. അപ്പോൾ നമ്മുടേക്ക് പേണും പ്രിമ്മും കൂടി ഇങ്ങനെ കൗണ്ട് ചെയ്ത് 10 വരെ ആവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, ആർട്ട് വാ നമുക്കൊന്നുകൂടി നോക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, ഞാൻ കേട്ടു, നിങ്ങൾ കൗണ്ട് ചെയ്യുന്നത് ഞാൻ കേട്ടു, ഇനി നോക്കണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കും കേട്ടോ.
നെക്സ്റ്റ് ഇവർ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രിമും നമ്മുടെ ആറിൻ്റെ ക്യാമറയിൽ പിക്ചേഴ്സൊക്കെ നോക്കുമ്പോഴത്തേക്കും, പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്യാമറേൻ്റെ മുന്നിലേക്ക് നമ്മുടെ പേൺ ഒരു അവിടുത്തെ അപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് പറിച്ചുന്ന പൂക്കൾക്കായിട്ട് ഇങ്ങനെ ക്യാമറയിൽ പോസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ചോദിക്കുന്നത് പ്രിം ഇതെങ്ങനെ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിമിനാണെങ്കിൽ വേണ്ടി ഇഷ്ടപ്പെടും. എന്നിട്ട് നമ്മുടെ പേൺ പറയും അവിടെ ഒരുപാട് കാണാനുണ്ട്, വാ നമുക്ക് പോയിട്ട് ഞാൻ നിന്നെ കാണിച്ചിട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം ആറിനോട് ചോദിക്കുമ്പോൾ അന്ന് നമുക്ക് ഒരുമിച്ച് പോയി കാണാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ അപ്പം തന്നെ ചങ്കൊക്കെ തളർന്നിരിക്കുകയാണ്. ഇവനിങ്ങനെ കൂടുതൽ ഇടപെടുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും വേണ്ട, നിങ്ങൾ പോയി കണ്ടിട്ട് വാ, ഞാനിവിടെ നിൽക്കാമെന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിമ്മും പേണും കൂടി ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു സൺസെറ്റൊക്കെ വരുന്ന പോലെ കാണിക്കുന്നുണ്ട്, നല്ലൊരു പ്ലേസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രിമ്മിൻ്റെ കണ്ണിൽ എന്തൊരു കരട് പോകുന്ന പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പേണാണെങ്കിൽ ഭയങ്കര കെയറിങ് ആണല്ലോ. അവനിങ്ങനെ വിളിച്ച് എന്നിട്ട് എന്താണ് പ്രിം എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ അത് ഊതി കൊടുക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അതേസമയം നമ്മുടെ കഥാനായകൻ അവിടെ എത്തുന്നുണ്ട് ആർട്ട്. അവനെന്താ ഇത് നോക്കുമ്പോഴത്തേക്കും ഇതും കൂടി കാണുമ്പോഴത്തേക്കും വേറെ സങ്കടമാവും. എങ്കിൽ പോലും അവൻ ഒരിക്കലും വേറൊരു രീതിയിൽ ചിന്തിക്കില്ല. കാരണം പേണിന് നമ്മുടെ ചെക്കനെ അറിയാം. കാരണം ഒരുപാട് നാളത്തെ ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. അവനൊരു രീതിയിൽ കാണിക്കത്തില്ല എന്ന് അവനറിയാം. അത് മാത്രമല്ല ഇങ്ങനൊരു രീതിയിൽ പ്രിമും നിന്ന് കൊടുക്കില്ല എന്ന് അവനറിയാം. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും അവന് സങ്കടം ഉണ്ട് കേട്ടോ. നമ്മുടെ പേൺ ചോദിക്കും നീ എന്താ വന്നേ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അല്ല നിങ്ങളെ കുറേ നേരമായിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വന്ന് നോക്കിയതാന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഒരു നൈറ്റ് ടൈമാണ് കാണിക്കുന്നത്. അവിടെ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിം പറയും ഇങ്ങനൊരു ഫോട്ടോ എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ അതായത് പേൺ വന്നിട്ട് ഫ്രണ്ടിൽ കയറിന്നിട്ട് പറയും എനിക്കും പ്രിമ്മിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഭയങ്കരമായിട്ട് എന്താ പറയുക ഫോട്ടോ എടുക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ദേഷ്യമൊക്കെ വന്നിട്ട് നിൽക്കായിരിക്കും. ഇങ്ങനെ എടുക്കാമെന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിം പറയും വാങ്ങി നമുക്ക് ഒരുമിച്ച് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ കാഷ്വലായിട്ട് ഓരോ പോസൊക്കെ ചെയ്യാൻ കേട്ടോ. നമ്മുടെ ചെക്കനാണെങ്കിൽ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല ഇവർ ഫോട്ടോ എടുക്കാനൊന്നും. ആ ടൈമിലായിരിക്കും നമ്മുടെ പേൺ വന്നിട്ട് ഇങ്ങനെയൊന്നുമല്ല വേറെ രീതിയിൽ പോസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിമിൻ്റെ മുഖത്തിന് കൈയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോസ് ചെയ്യാൻ നിന്നിട്ട് പറയും നീ ഇത് ക്ലിക്ക് ചെയ്യാൻ പറയട്ടെ. അപ്പോഴത്തേക്കും ഒരു സെക്കൻഡാണെങ്കിൽ വേറെ ദേഷ്യം വന്നിട്ട് നമ്മുടെ പേണിനെ നോക്കുന്നുണ്ട്. അപ്പോൾ പേണിന് മനസ്സിലാവും ആട്ടിന് ദേഷ്യം വന്നിട്ടുണ്ട്, ഇത് കുറച്ച് ഓവറാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നമ്മുടെ പേൺ കൈയൊക്കെ മാറ്റിയിട്ട് സാധാരണ നിൽക്കുന്നവർ എന്നിട്ട് പറയും ഇങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുമ്പോൾ വാങ്ങി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതായത് ഞങ്ങൾ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കും വന്നിട്ട് അധികം ദിവസം ആയില്ലല്ലോ എന്താ പെട്ടെന്ന് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും അതായത് എൻ്റെ അമ്മേനെ ഒരുപാട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തായാലും തിരിച്ച് പോകണം, പേണും എൻ്റെ കൂടെ വരുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറയട്ടോ. അപ്പോൾ നമ്മുടെ ആർട്ട് പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ നേരിട്ട് ഓപ്പണായിട്ട് പറയാത്തതെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും, നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും നിനക്ക് എന്തെങ്കിലും സങ്കടമാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് പറയാതിരുന്നതെന്നുള്ള രീതിയിൽ നമ്മുടെ പേണിനെ പറയട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ, നിങ്ങളെൻ്റെ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങളെന്ത് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ ഒരു പേഴ്സണല്ല, എനിക്കങ്ങനെ ഇമോഷൻസ് ഒന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും. എന്നിട്ട് പറയും ഇനി എന്തുണ്ടെന്നുണ്ടെങ്കിലും എന്തായാലും നേരിട്ട് എന്നോട് പറഞ്ഞേക്കണം, ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കുന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ വേറെ സങ്കടമൊക്കെ വന്നിട്ട് അവൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനൊക്കെ സങ്കടമായിട്ട് സോറി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കൻ പറയാം ഓക്കെ ഇനി ഇങ്ങനെ ആവർത്തിക്കരുന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചവർ വീട്ടിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ട് അമ്മയോട് അവതരിപ്പിക്കുക. അതായത് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അമ്മ ചോദിക്കും നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുമില്ല അമ്മ ഞാൻ അമ്മേൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ പോവുകയാണെന്നുള്ള രീതി പറയുമ്പോഴത്തേക്കും അമ്മ പറയും അതൊന്നും വേണ്ട, നീയും അവരുടെ കൂടെ പോകണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവനൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവൻ ചോദിക്കുക എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും അമ്മ പറയും എനിക്കറിയാം നിനക്ക് പ്രിമിനെ ഇഷ്ടമാണ്, എനിക്കറിയാമെന്ന് പറയും കേട്ടോ അമ്മ. അപ്പോൾ നമ്മുടെ ആർട്ടിനെ ഒരുപാട് നോട്ടൊക്കെ നോക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് പറയുന്നുള്ള രീതിയിൽ. അപ്പോൾ അമ്മ പറയും നിൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു, എന്നോട് നേരിട്ടൊന്നും തുറന്ന് പറയില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇതെടുത്തിട്ട് അങ്ങനെ പറയത്തേ ഉള്ളായിരുന്നു, അതുകൊണ്ട് നേരിട്ട് അച്ഛൻ്റെ ഇഷ്ടങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യില്ലായിരുന്നു, നീ അതുപോലെ തന്നെയാണ് എന്നുള്ള രീതിയിൽ അമ്മ പറയും കേട്ടോ. അവൻ ഒരിക്കലും ആവരുത്, നീ അവളോട് നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ തുറന്ന് പറയണം, ഇനി അഥവാ
പേണിന് പ്രിമിനെ ഇഷ്ടപ്പെട്ടാലോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും. എനിക്കറിയാം പേണിന് പ്രിമിനോട് ചെറിയൊരു അടുപ്പുണ്ട്. അതിന് മുന്നേ തന്നെ നിൻ്റെ ഫീലിങ്സ് അവളോട് എന്താണ് തുറന്ന് പറയണം എന്നുള്ള രീതിയിൽ തന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, ഇനി അവനെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, പ്രിമിനെ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിൽ പോലും എനിക്ക് അവരെ ഫ്രണ്ട്സായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ചെക്കനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ സങ്കടങ്ങളൊക്കെ അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, ഫ്രണ്ട്സ് ആയിരിക്കുന്നതും നല്ലത് തന്നെയാണ്, പക്ഷേ നിൻ്റെ ഫീലിങ്സും നിൻ്റെ ഇഷ്ടമൊക്കെ നീ തുറന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി ഇങ്ങനെ നമ്മുടെ ആർട്ട് എന്നാണ് അമ്മേനെ ചേർത്ത് പിടിച്ചിങ്ങനെ ഇരിക്കുന്നതായിട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് സീൻ വരുന്നതെന്ന് വെച്ചാൽ പേണും പ്രിമും കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സീനാണ്. അപ്പോൾ നമ്മുടെ ആർട്ട് അവർ യാത്ര അയക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ വരെ കെയറിങ് കൂടെ ബാഗ് വാങ്ങിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനെ ഹേർട്ട് ആണെങ്കിലും അവൻ മനസ്സിൽ തീരുമാനിച്ചു എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒന്നും കെയർ ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് അവർ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും എന്താണ് ഒരു ആണും പെണ്ണും ഒരുമിച്ച് പോകുമ്പോൾ അവരുടെ ഇടയിലൊരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി ക്ലോസ് ആവും നമുക്കറിയാം. അതേപോലെ തന്നെ ഇവരുടെ ഇടയിലും എന്താണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണെങ്കിലും വേറൊരു റിലേഷൻഷിപ്പാണെങ്കിലും അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുന്നുണ്ട്. പണ്ടെന്ന് വെച്ചാൽ ആർട്ടും പ്രിമും കൂടെയാണ് ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പേണും പ്രിമുമായി അവരെ ക്ലോസ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ പേൺ പ്രിമിനെ വീട്ടിലോട്ടൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നതായിട്ടോ കാണിക്കുന്നത്. അപ്പോൾ പ്രിമിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പേണിന് നേരത്തെ കണ്ട് പരിചയമുണ്ട്. അതായത് നമ്മുടെ ഫോണായിട്ട് ഇങ്ങനെ അടുത്തിടപഴകിയതൊക്കെ പ്രിമിൻ്റെ അമ്മ കണ്ടതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയൊക്കെ കിട്ടുമോ ഈ ചെക്കൻ എന്താ ഇങ്ങനെയെന്നുള്ള രീതിയിൽ ഇവളായിട്ട് അറ്റാച്ച്മെൻറ്റ് എന്താണെന്നുള്ള രീതിയിൽ അമ്മ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ വരുന്ന നമ്മുടെ ആർട്ട് എന്താണ് പ്രിമിന് പഴയ പോലെ ഒന്നും മെസ്സേജ് അയക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് അയക്കും, നിങ്ങൾ എത്തിയെന്നുള്ള രീതിയിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേൺ തിരിച്ച് ഗ്രൂപ്പിൽ റിപ്ലൈ വരും, ഞങ്ങളെത്തി എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ പറയും, ഞാനാണ് ഇപ്പം പിന്നെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോൺ ഗ്രൂപ്പിലാണല്ലോ മെസ്സേജിന്, ഫോൺ കാണുന്നുണ്ട്. അപ്പോൾ ഫോണിനൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഫോൺ അപ്പോൾ തന്നെ നമ്മുടെ പേണിന് മെസ്സേജ് അയക്കുന്നുണ്ട്, പേൺ നീ എവിടെയാണ്, നീ തിരിച്ച് നാട്ടിലെത്തിയെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, ഞാൻ എത്തി, അപ്പോൾ എനിക്ക് നിന്നെ കാണണം, നീ എപ്പോഴാണ് ഫ്രീ ആവുക, ഞാൻ നിനക്കൊരു സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ ചോദിക്കും, സർപ്രൈസോ, എന്ത് സർപ്രൈസാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, അതൊന്നും പറയാൻ പറ്റത്തില്ല, നേരിൽ കാണുമ്പോഴത്തേക്കും പറയാമെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഫോണിനാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ, പേണിനൊട്ടും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ചാറ്റിംഗ് ഒക്കെ. അതേപോലെ പേൺ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചാറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിമിനോടായിരിക്കും കേട്ടോ. പ്രിമിനോട് ഫുഡ് കഴിച്ചോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ അവർ കുറച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നീട് കോളേജിൽ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോണിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിമ് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ ഫോൺ പേണിൻ്റെ നേരെ കഴിഞ്ഞിട്ട് പറയും, നിൻ്റെ ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, ഇതന്നെ എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, നീ കള്ളത്തരം പറയുന്നതൊക്കെ ചോദിച്ചിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പ്രിമിൻ്റെ തലയിലേക്ക് തടവിട്ട് പറയും, നീ വാങ്ങിച്ചത് ഞാൻ വാങ്ങിക്കുന്ന പോലെയല്ല എന്നൊക്കെ എന്നെ പറയട്ടെ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട്, മുഖത്തത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആർട്ടിനും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. ആർട്ടും അത് നോക്കിയിരിക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേണും ആർട്ടും കൂടി ഇങ്ങനെ പുറത്ത് ഡ്രിങ്ക്സ് കുടിക്കാൻ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ പേൺ പറയുന്നത്, എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയും, പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേണിങ്ങനെ ഞാനും പ്രേമും എന്നേ പറയുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ, നിനക്കെങ്ങനെ മനസ്സിലായി, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, അതെനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, റിലേഷൻഷിപ്പിലൊന്നുമല്ല, പക്ഷേ എനിക്ക് അവളോട് ഒരു ഇഷ്ടമുണ്ട്, അതേപോലെ അവൾക്കും ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കും, ഈ കോളേജിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സായ ഒരാളെയാണോ എനിക്ക് ഇഷ്ടപ്പെടാൻ തോന്നിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, പക്ഷേ എല്ലാവരെയും പോലെ അല്ല അവൾ വേറൊരു രീതിയാണ്, അവളുടെ ക്യാരക്ടർ നൈസാണെന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ സംസാരിക്കട്ടെ, അവൾ ക്യൂട്ടാണെന്നിങ്ങനെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടും പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കായിരിക്കും, അതായത് പ്രിമിനെ കണ്ടുമുട്ടിയതും പ്രിമായിട്ട് ഫ്രണ്ട്ഷിപ്പായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സീനൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഈവനിങ് കൂടിയേക്കുന്നതാണ്. ആ ടൈമിൽ നമ്മുടെ പേൺ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഫോണും പുറകെ ഓടി വരുന്നുണ്ട് സ്നാക്സ് വാങ്ങാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയണമെന്ന് പറയുമ്പോഴത്തേക്കും
നമ്മുടെ ബേൺ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം, എന്താ പറയുന്നത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ അവനെ വലിച്ചിട്ട് പോവുകയാണ്. അതായത് എനിക്ക് ഇതിനോട് ഒരു കാര്യം പറയാനുണ്ട്, ഒരു സർപ്രൈസ് ആണെന്നൊക്കെ തന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് സർപ്രൈസോ, എന്താ സർപ്രൈസ് ചോദിക്കുന്നതിലാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത സീനിൽ എന്തായിരിക്കും സർപ്രൈസ്, ഇനി അവളെ പ്രൊപ്പോസ് ചെയ്യാൻ പോവുകയാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഹിറ്റ് സൈനിങ് ഓഫ് തസ്നി സുബൈർ, ടാറ്റാ.